ഇത്രയും നല്ലൊരു ചായ സ്പോട്ട് ഉണ്ടായിട്ടാണ് ഞങ്ങൾ ദിവസം 1-2 കിലോമീറ്റർ അപ്പുറത്തുള്ള ചായക്കടയിൽ പോയി ചായ കുടിക്കുന്നത്. അപ്പോൾ ചായ കുടിക്കാനായി വന്ന ഞങ്ങൾ ഇവിടെ കണ്ട ഒരുപാട് തരം ഡിഷസാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. ഞാൻ നോക്കുമ്പോൾ ചായനേയും കേട്ട് ഇവിടെ ഒരുപാട് ഫുഡുണ്ട്. ബാഹുബലി ദോശ, അങ്ങനെ വെറൈറ്റി ദോശ, ചിക്കൻ മിക്സ്ഡ് എല്ലാം ആയിട്ട് ഒരുപാട് ഐറ്റങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ നേരെ ഉള്ളിലോട്ട് കയറി കേട്ടോ. എന്താ കഴിക്കാമെന്നൊരു പ്ലാനിൽ തന്നു. അവസാനം ഞങ്ങൾ ഡിഷസൊക്കെ നോക്കി സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ തിരക്കിലാണ് ഞങ്ങൾ. അതിൻ്റെ കടയിൽ ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണിച്ചു തരാം. നല്ല രസമുള്ള ഒരു കഫേയാണ്. വെളിയിൽ നോക്കിയപ്പോൾ ഒന്നും തോന്നിയില്ല. ഉള്ളിൽ കയറിയപ്പോൾ ഒരുപാട് കാഴ്ചകളും ഇവിടെ ചായ കുടിക്കാവുന്നവരുടെ ഫോട്ടോസൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. അത് ഈ സൈഡിൽ കുറേ നടന്മാരും നടിമാരൊക്കെ വന്നിട്ടില്ല. കുറച്ച് പിക്ചേഴ്സും ഫോട്ടോസൊക്കെ ഒരു ഫ്രെയിം ചെയ്തിട്ടുണ്ട്. കൊച്ചിൻ ഹനീഫ മുതൽ ഒരുപാട് ഗബ്ബീസിൽ എഴുത വലിയ വലിയ ആർട്ടിസ്റ്റുകൾ വന്ന ഒരുപാട് ഫോട്ടോസ് ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ചുള്ള ഡിഷസൊന്നും ഞങ്ങൾ ഇന്ന് കഴിക്കുന്നില്ല. ലൈറ്റായിട്ട് എല്ലാവരും കഴിക്കുന്ന പോലെ തന്നെ ജസ്റ്റ് ഒരു ഫ്രൈഡ് റൈസ്. ഞാൻ എഗ് ഫ്രൈഡ് റൈസും മറ്റുള്ളവർ 3 ചിക്കൻ ഫ്രൈഡ് റൈസും പറഞ്ഞിട്ടുണ്ട്. ആദ്യം തന്നെ പറയാം, ചിക്കൻ ഫ്രൈഡ് റൈസാനും എഗ് ഫ്രൈഡ് റൈസസും മസാലാസ് വളരെ കുറവാണ്. നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് ഇവിടെ കുറവാണ്. അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിൻ്റെ ഒപ്പം ചിക്കൻ കറി കഴിച്ച ആൾക്കാർ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറൊരാളുണ്ടാവില്ല കേട്ടോ. ബട്ട് ചിക്കൻ കറി അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങളതിന് ശേഷം വെളിയിലിറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വിട്ടാം. കയ്യിൽ കുറച്ച് ഏറുപടക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ റോഡിൽ കൂടെ നടന്നിട്ട് ഈ ഏറുപടക്കം എറിഞ്ഞെറിഞ്ഞ് പൊട്ടിച്ച് കളിക്കായിരുന്നു. ടപ്പി ഞാനിത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യാൻ കേട്ടോ. ഇതുവരെ ഞാൻ ഈ പൊട്ടിച്ച് കളിച്ചിട്ടില്ല ഈ സാധനം. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ പൊട്ടിച്ച് നടക്കുക കേട്ടോ. അങ്ങനെ എന്തായാലും നെക്സ്റ്റ് ടൈം ബാഹുബലി ദോശ കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പടക്കമൊക്കെ പിടിച്ച് നേരെ വെളിയിലോട്ട് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ അതിനിടെയാണ് നമുക്ക് സിനിമയ്ക്ക് കയറിയായിരുന്നു പ്ലാൻ. അപ്പോൾ നമ്മുടെ പ്രണവ് മോഹൻലാലിൻ്റെ ഡൈസിറ പടം വന്നിട്ടുണ്ട്. സിനിമ നല്ല അടിപൊളി സിനിമ എന്ന് കേട്ടു. 10 മണിക്കാണ് ഷോ. നേരെ പോകണം. പേടിച്ച് ചാവുമെന്ന് അറിയില്ല. അടിപൊളി സിനിമയായിരിക്കും എന്ന് വിചാരിക്കും. അപ്പോൾ സിനിമയുടെ റിവ്യൂ ആയിട്ട് നാളെ മറ്റൊരു വീഡിയോ ഞാൻ എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ സിനിമയൊക്കെ നോക്കട്ടെ. എന്തായാലും തിയേറ്റർ ഫുള്ളാണ് കേട്ടോ. ഒരു പടത്തിന് വേണ്ടി ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഈ ഒരു പടവും കൂടി കഴിഞ്ഞിട്ട് മൊത്തത്തിൽ റിവ്യൂ നാളെ ഇതിൻ്റെ സിനിമ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സി യു ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.